അമൃതപ്പൊടി കൊണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റിയൊരു പലഹാരം കണ്ടാലോ? അപ്പം ഞാനിത് വേറെ പല വീഡിയോസിലും കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ് എങ്ങനെ ഉണ്ടാവും നോക്കിയിട്ട്. അതിനായിട്ട് ആദ്യം തന്നെ ഒരു കഷ്ണം വെല്ലമാണ് ഞാൻ എടുക്കുന്നത്. ഇനി ഞാനത് തിളപ്പിക്കാൻ വേണ്ടി മാറ്റി വെച്ചതിന് ശേഷം ഒരു അരക്കപ്പ് പാലെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരക്കപ്പ് അതേ അളവിൽ തന്നെ അമൃതപ്പൊടി എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാണ്. ഇത് അടുപ്പത്ത് വെച്ചിട്ടാണ് ഞാൻ ഇത് ഇളക്കുന്നത്. ഇത് നന്നായിട്ടിങ്ങനെ കട്ടകളൊന്നും ഇല്ലാതെ നന്നായി ഇളക്കിയ ശേഷം ഇത് പെട്ടെന്ന് തന്നെ കുറുക്കാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ തീ കൂട്ടി വെക്കാൻ പാടില്ല, സ്ലോയിൽ തന്നെയാണ് വെക്കേണ്ടത്. അപ്പോൾ ഇതിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഞാൻ ഈ ശർക്കര പാനീയം ഒന്ന് തണിഞ്ഞ ശേഷം ഞാനത് അരിപ്പയിലോട്ട് അരിച്ചെടുത്താണ്. ഇതിങ്ങനെ നന്നായി മിക്സ് ആയി ഇളക്കി വരുന്ന ശേഷം ഞാനിതും കൂടി ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത് നന്നായി ഇളക്കി കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. അപ്പോൾ തീ കൂട്ടി വെക്കാൻ പാടില്ല, വേഗം കരിഞ്ഞും പോവും. അപ്പോൾ ഈ ഒരു പരുവമൊക്കെ ആയാൽ നമുക്ക് വേണ്ട പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഞാനിങ്ങനെ ഒരു സ്റ്റീലിൻ്റെ ഈ ഒരു ചെറിയ പാത്രത്തിലേക്ക് നമ്മളാക്കി വെച്ച ഈ മിക്സ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ അതിലുള്ളത് ഒക്കെ കൂടി എടുത്തിട്ട് വേഗം എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ ഇത് പെട്ടെന്ന് സ്പൂൺ കൊണ്ട് തന്നെ ആക്കാൻ കഴിയാത്തതുകൊണ്ട് ഞാൻ കൈ കൊണ്ടൊക്കെ ഒന്ന് അമർത്തി വെച്ച് ശരിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ ഞാനിത് തണിയാൻ വേണ്ടി കുറച്ച് സമയം വെക്കുകയാണ്. ശേഷം ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഞാൻ എടുത്തിത് മുറിക്കുകയാണ്. ഞാൻ ആ വീഡിയോയിൽ കണ്ടത് കറക്റ്റ് അവർ ഒരു ഈ അപ്പങ്ങളൊക്കെ മുറിക്കുന്ന പോലെ കറക്റ്റ് ഒരു പ്ലേറ്റിലാക്കിയിട്ടൊക്കെ മുറിക്കുന്നതാണ്. ഞാൻ അതുപോലെ ചെയ്തിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എന്തോ അത് പാത്രത്തിൽ തന്നെ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുകയാണ്, തീരെ വരുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ കുറേ ശ്രമിച്ച് നോക്കി, കിട്ടാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ച് അതിൽ തന്നെ മുറിക്കാമെന്ന്. അങ്ങനെ ഞാൻ കുറേ ശ്രമിച്ച് നോക്കുകയാണ് വീണ്ടും കിട്ടുമോ എന്ന് വിചാരിച്ചിട്ട്. കുറേ അടിച്ച് നോക്കിയിട്ടൊന്നും കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനത് അതിൽ വെച്ച് തന്നെ മുറിക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് പരീക്ഷണത്തിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ വളരെ കുറച്ച് മാത്രം എടുത്ത് ചെയ്യുക. കുറേയൊക്കെ എടുത്ത് ചെയ്താൽ അവസാനം കിട്ടാതൊക്കെ ആവും. അങ്ങനെ ഞാൻ അതിൽ തന്നെ എങ്ങനെയൊക്കെയോ മുറിച്ചു ഒപ്പിച്ചെടുത്തു അവസാനം. ശരിക്കും ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ, അപാര ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത് കുറുക്ക് മാത്രമാക്കി കൊടുക്കുമ്പോൾ കുട്ടികൾ കഴിക്കാതിരിക്കുമ്പോൾ ഒന്ന് വെറൈറ്റി ആയിട്ടൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് ശരിക്കും നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഉണ്ടാവും.